ഹലോ, ഇന്നൊരു സിനിമയ്ക്ക് പോയാലോ? ഏത് സിനിമയാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം കേട്ടോ. അപ്പോൾ അതാ ശ്രീനുവിനെ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി, ഇല്ലെങ്കിൽ ആള് ഭയങ്കര ബഹളമായിരിക്കും. അതിനുശേഷം ഞാൻ അത് റെഡിയാകാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ടോപ്പും ഈ ഒരു സ്കേർട്ടും ഈ ഒരു ടീഷർട്ടും എടുത്തിട്ടു. സ്കേർട്ട് എനിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷേ ടീഷർട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു രണ്ട് മിസ്മാച്ചിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് പറയണം. അതിനുശേഷം നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ് ക്ലീൻ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഒരു മിനിമലിസ്റ്റിൻ്റെ ഓട്ട് എക്സ്ട്രാക്ട് എടുത്തു. ഈ ഒരു ഓട്ട് എക്സ്ട്രാക്ട് എടുത്തതിന് ശേഷം ഇതിൽ നല്ല രീതിയിൽ ഫേസിൽ സ്ക്രബ് ചെയ്തു, ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്തത്. റബ്ബ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതിന് ശേഷമുള്ള ഗ്ലോ ആണ് നിങ്ങൾ കാണുന്നത്. ഗ്ലോ എന്ന് പറഞ്ഞാൽ ഞാനത് യൂസ് ചെയ്ത് വരുന്നുള്ളൂ ഗൈസ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതങ്ങനെ പറയാൻ അറിയത്തില്ല. ഓക്കെ, ശരി. അതിന് ശേഷം എന്താ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ഒരു സെറം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെറം നമ്മൾ ഒരു 2-3 ഡ്രോപ്സ് എടുക്കുക. എല്ലാവരും പറയുന്ന പോലെ തന്നെ 2-3 ഡ്രോപ്സ് എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഫേസിൽ ഡാബ് ചെയ്യുക. കയ്യിലൊന്നും അധികം ആക്കി എടുക്കരുത്, എങ്കിൽ നമ്മൾ കൊടുത്ത പൈസയ്ക്കൊക്കെ വില കുറഞ്ഞു പോകും. ആ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ കഴുത്തിലൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഫേസും നെക്കും ഈവൻ ടോൺ ആവത്തില്ല, രണ്ടും ഈവൻ ടോൺ. ഓക്കെ, അതിനുശേഷം എന്താ ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ജോ ലൈൻസ് ഒക്കെ അത്യാവശ്യം വിസിബിൾ ആവാൻ പറ്റിയൊരു എക്സസൈസാണ്. ഒരു യോഗ മസാജ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഞാൻ മൊത്തം ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഡാബിങ്ങും അതുപോലെ ഈ ഒരു അബ്സോർബിങ് ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇനി അടുത്തൊരു പ്രോഡക്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എന്താ നല്ല രീതിയിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് മോയ്സ്ചറൈസർ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഒരു ഫോക്സ്റ്റൈലിൻ്റെ ഒരു വൈറ്റമിൻ സി സെറമാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം മോയ്സ്ചർ കണ്ടന്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറമാണ്. അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിൽ ജസ്റ്റ് ഡാബ് ചെയ്ത്, എൻ്റെ ഈ ഡാബ് എന്ന് ഞാൻ പറയുന്നില്ല, ഡാബിങ് ഒന്നല്ല ഗൈസ്. ഇത് ജസ്റ്റ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, അത് തന്നെ എല്ലാവരും ചെയ്യുന്നത് ഞാനും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് റൈസാണ്. ഇത് പൊളിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. വെനോറ ഓർഗാനിക്സിൻ്റെ ആണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്സ് എടുത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ കിട്ടും. കണ്ടോ, ഒരു ഓയിലി ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഓയിലി ടെക്സ്ചറൊക്കെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല, കൊള്ളാം, നൈസാണ്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്തൊരു ഈ ഒരു ഫൗണ്ടേഷൻ ആണെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാറില്ല, ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതാണ്. പിന്നെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യൂസ് ചെയ്തതാണ്. കണ്ടോ, അപ്പോൾ ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഒരു ഐലാഷസും കണ്ണ് വരച്ച് കണ്ണിൽ ഐഷാഡോ ഇട്ടു, പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതിന് ശേഷമുള്ള ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട്. വാച്ചൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അതിനുശേഷം ഞാൻ വലിയേട്ടനെ വിളിച്ചു, പിന്നെ ഞാൻ സിനിമയ്ക്ക് എത്തി. ഇത് വിജയൻ ഉണ്ണിച്ചേട്ടൻ. ഈ ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ്. കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ അതിനുശേഷം ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സർപ്രൈസ് എൻട്രി ഉണ്ടായിരുന്നു മക്കളെ. അതാണ് എന്നെ ഞെട്ടിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണാൻ പ്രതീക്ഷിക്കാതെ ഇരുന്ന ഒരു ആൾക്കാരെയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഇത് വിനീതേട്ടനൊക്കെ കണ്ടപ്പോൾ എന്തെന്ന് പറയാൻ, ഭയങ്കര സ്ക്രീനിൽ നമ്മൾ അത്ര നേരം കണ്ടിരുന്ന ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ഉള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ മാത്രമല്ല, സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും സ്ക്രീനിങ് ആണെങ്കിലും അല്ലെങ്കിൽ അഭിനയമാണെങ്കിലും എല്ലാ തരത്തിലും നല്ല മികവുറ്റൊരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്ന്. സിനിമ കാണാൻ തിയേറ്ററിൽ പോയതും എല്ലാം അൺപ്ലാൻഡ് ആയിരുന്നു. പിന്നെ ഈ പുള്ളി അസീംക്ക നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്തു, പുള്ളി തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് വാച്ചായിട്ട് എല്ലാവരും പോയി കാണുക. ഇന്ന് തന്നെ പറ്റുമെങ്കിൽ കാണാം. ഞാൻ പോയത് ഇന്ന് സിനിമയ്ക്ക് സൂപ്പറായിരുന്നു. അപ്പോൾ ഈ സിനിമ വിട്ട് കളയരുത്, ആരും കാണാതെ വിട്ട് കളയരുത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തുള്ള സിനിമ.